നമസ്കാരം. വെള്ളാപ്പള്ളിയുടെ ഒരു സംഭവബഹുലമായ വാർത്താ സമ്മേളനം കാണുകയാണ്. തുടക്കത്തിലെ ഒരു കാര്യം പറയാം. ഞാൻ 100% ഈ ജാതി മത സാമുദായിക നേതാക്കന്മാരോടെല്ലാം പരിപൂർണമായി വിയോജിക്കുന്ന ഒരാളാണ്. അത്തരം ആൾക്കാർ പറയുന്ന പലതിനെയും ഓൺ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാര്യം അവർക്കൊക്കെ പ്രത്യേക താല്പര്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനം, അതായത് കഴിഞ്ഞ ദിവസം ശിവഗിരിയിലുണ്ടായ ഒരു സംഭവം, റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറെ ഇദ്ദേഹം മൈക്ക് തട്ടി മാറ്റുന്നു. അദ്ദേഹം അതിൻ്റെ പിന്നാലെ ആ റിപ്പോർട്ടറോടും ഇദ്ദേഹം വല്ലാത്ത രീതിയിൽ പ്രകോപനത്തോടു കൂടി പെരുമാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് എന്ന കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ഒരു റിപ്പോർട്ടറെ വർഗീയവാദി ചാപ്പ കുത്തുന്നുണ്ട്. അതൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരാൾ ചോദ്യം ചോദിച്ചു എന്ന് കരുതിക്കൊണ്ട്, അയാൾ പഴയ MSF കാരനാണെന്ന് കരുതിക്കൊണ്ട് അയാളെ ഒരിക്കലും വർഗീയവാദി ചാപ്പ കുത്തുന്നത് തന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം എന്താണോ അവർ പറയാൻ ശ്രമിച്ചത് ആ വിഷയത്തിൽ അദ്ദേഹത്തെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കാം. പക്ഷേ ആ കാര്യത്തിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം നിങ്ങൾ ആ ഒരു വാർത്താ സമ്മേളനം കാണിക്കുന്നുണ്ട്. കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പക്ഷേ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതിനെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 2010 കാലഘട്ടത്തിൽ VS സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി UDF, അതായത് ലീഗും കോൺഗ്രസ് എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തെ പോയി കാണുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ ഡീൽ ഉണ്ടാക്കുന്നു. പിന്നോക്കക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കേണ്ടതുണ്ട് എന്നുള്ള ഡീൽ ഉണ്ടാക്കുന്നു. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെയെല്ലാം അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് കൊടുക്കുന്നു. അതിനുശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ പലതും പങ്കിട്ടെടുത്തതിൽ അതിൽ മുസ്ലിം ലീഗ് അവർ മതവും ജാതിയെ മുൻനിർത്തിക്കൊണ്ട് ഭൂരിപക്ഷം കൊണ്ടുപോയി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനുണ്ട്. കാര്യം നമ്മൾ ഏതൊരു വിഷയത്തിലും രണ്ട് പക്ഷം കേൾക്കേണ്ടിയുണ്ട്. രണ്ട് പക്ഷത്തിൽ പറയുന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, കാര്യം പങ്കിട്ടെടുക്കൽ, അതായത് ഈ പ്രാതിനിധ്യം ഉറപ്പാക്കൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ താക്കോൽ സ്ഥാനത്തിൽ വരെ ആളെ ഇരുത്താൻ അന്നത്തെ കാലഘട്ടത്തിൽ സമുദായങ്ങൾക്കെല്ലാം വലിയ സ്വാധീനമുണ്ടായിരുന്ന കാലഘട്ടമാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ ലീഗിന്റെ മന്ത്രിമാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പെല്ലാം കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ഈഴവർക്ക് വേണ്ടത്ര അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർ കൊടുത്തിരുന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരത്തിലും കോളേജുകൾ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിന് അദ്ദേഹം കുറച്ച് കോളേജുകൾ അനുവദിച്ചു കൊടുത്തതിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കേണ്ടത് ലീഗാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. അങ്ങനെ നിങ്ങൾ ഒത്തൊരുമിച്ച് നിന്നതിന് ശേഷം വെള്ളാപ്പള്ളിയെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോ? ഇന്നലകളിൽ നിങ്ങൾ കൂട്ടുകച്ചവടക്കാരായിരുന്നു, ഇന്നിപ്പോൾ അദ്ദേഹം പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കൂടെ നിർത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റബ്ബ് ഈ പറഞ്ഞ വിശദീകരണങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കാൻ തയ്യാറാക്കണം. അതായത് കോളേജ് അനുവദിച്ചതിൽ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായിട്ട് അവരുടെ ജില്ലയിലേക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒരുപാട് കോളേജുകൾ അനുവദിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വകാര്യ കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ ആയിക്കോട്ടെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ആരോപണത്തെ നിങ്ങൾ തെളിവടക്കമാണ് വെള്ളാപ്പള്ളി നടേശനെ വായടപ്പിക്കേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ആ വാർത്താ സമ്മേളനം നിങ്ങൾ മൊത്തം ഒന്ന് കാണണം. ആ വാർത്താ സമ്മേളനത്തിൽ വലിയ തട്ടിക്കയറലും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് നേരെ തന്റെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ വെള്ളാപ്പള്ളി പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് വിലയിരുത്താം. പക്ഷേ നിങ്ങൾ തമ്മിൽ നടത്തിയിരുന്ന കൂട്ടുകച്ചവടത്തിൽ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത് കുറവായിരുന്നു എന്ന് പറയുന്നിടത്ത് ചില സംശയങ്ങൾ ബലപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അധികാര കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് മുസ്ലിം ലീഗ് അവർ മതേതര പാർട്ടിയാണെന്ന് സ്വയം അവകാശപ്പെടുകയും എന്നാൽ അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ മതങ്ങൾക്കും അതിൽപ്പെട്ടവർക്കും ഈ നാട്ടിൽ അധികാര പദവിയിൽ ഇരുന്നു കൊണ്ട് യഥേഷ്ടം വാരിക്കോരി സഹായിച്ചോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ തെളിവുകൾ പുറത്തേക്ക് വിടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ വേണം വെള്ളാപ്പള്ളി ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത്. വർഗീയവാദി ചാപ്പ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾ, കൂട്ടുകച്ചവടം, ഡീലെല്ലാം പറഞ്ഞുറപ്പിച്ചതിന് ശേഷം നിങ്ങൾ സംഘടിതമായി നിന്നുകൊണ്ട് ഒരു മതത്തിന് മുഴുവൻ ആനുകൂല്യം എടുത്തുകൊണ്ട് പോയോ ഇല്ലയോ, അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ലീഗിലുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് ആ വാർത്താ സമ്മേളനത്തെ മുൻനിർത്തി പറയേണ്ടി വരികയാണ്. എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാൻ, ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയുന്നതിന് പകരം അത് ട്വിസ്റ്റ് ചെയ്ത് മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള പ്രവൃത്തി. അവർക്ക് ആരോണ്ടൊക്കെ അച്ചാരം മേടിച്ചുകൊണ്ട് അവരുടെ ടിക്കറ്റും മേടിച്ച് ഫോറിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടു. എന്തു ആകട്ടെ, ഞാൻ എന്താ തെറ്റത്? ഞാൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ, കോളേജും ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇത്ര വിഷമം?
ഞാൻ കണക്ക് വെച്ച് പറഞ്ഞു, നിഷേധിക്കട്ടെ. അപ്പോൾ കാന്തപുരം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കുണ്ടെന്ന്. അദ്ദേഹത്തെ ആരാണ്ട് തെറ്റിദ്ധരിച്ചാണ്. കാരണം ഞങ്ങൾക്കുണ്ട്, സാങ്കേതികമായി പറഞ്ഞാൽ ഉണ്ടെന്ന് പറയാം. ഒരു അൺഎയ്ഡഡ് കോളേജുണ്ട്. ആ കോളേജുണ്ട്, എൻ്റെ പേരിൽ ഉണ്ട് കോളേജെന്ന് സ്ഥാപിക്കുകയാണ്. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഈ അൺഎയ്ഡഡ് കോളേജ് ഞങ്ങൾക്ക് ഒന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ ലീഗുകാരന് കൊടുത്തത് എത്രയെന്ന് അറിയാവാം? 48 അൺഎയ്ഡഡ് കോളേജ് മലപ്പുറത്തുണ്ട്. മുട്ടിനാണ് ഉള്ളത്. 7 കോളേജ് 17 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു സാമൂഹ്യനീതി വേണമല്ലോ. ഇവർ ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ ലീഗ്? അതിന് സർവേ എടുക്കാനും പഠിക്കാനും ഒരു കമ്മീഷൻ വെച്ച് ഇവരുടെ ഭരണകാലത്ത് സാമൂഹ്യനീതി നടപ്പിലാക്കിയോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്താൻ ഞാൻ വെല്ലുവിളിക്കാനവരാ. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം എൻ്റെ ഒരു മതവിദ്വേഷകൻ, ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഒരു സിൻഡിക്കേറ്റെ തിരഞ്ഞെടുക്കാൻ 18 വോട്ട് കൊടുത്ത് ജയിപ്പിച്ച റഹീം ഞങ്ങളുടെ വോട്ട് കൊണ്ട് അയാൾ ജയിച്ച ഉടനെ SNDP സിന്ദാബാദാ വിളിച്ചത്. നിങ്ങളിപ്പോഴും തിരക്ക് നോക്ക്. ആ റഹീം ഒരു മുസ്ലിം വോട്ട് കൊടുത്തിട്ടില്ല. SNDPയുടെ ഒറ്റ വോട്ട് കൊണ്ട് മാത്രമാണ് സിൻഡിക്കേറ്റ് മെമ്പറായി മിടുമിടുക്കനായിട്ട് ആ മനുഷ്യൻ കഴിയുന്നത്. മാത്രമല്ല നമ്മുടെ ഈ SNDRSന്റെ കണക്ക് നോക്കുന്ന ആരാണ്? റഹീം അസോസിയേറ്റ്സ് അല്ലേ? എത്ര 30 കൊല്ലമായില്ലേ? മുസ്ലിം അല്ലേ? അങ്ങനെ MESന്റെ ആലപ്പുഴ ജില്ലയിലെ സെക്രട്ടറി അല്ലേ? എന്നിട്ട് നമ്മൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ കേസുകൾ മുഴുവൻ നടത്തുന്നത് കൊല്ലത്തല്ലേ? കൊല്ലത്ത് ആരാണ്? അതൊരു മുസ്ലിം വക്കീലല്ലേ? ഇതൊന്നും മറ്റേ ഈഴവ സമുദായത്തിന് ആളില്ലാഞ്ഞിട്ടാണോ? നമ്മളിലുള്ള വിശ്വസ്തതയും അവരിലുള്ള വ്യക്തിബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് അവർ മിടുക്കന്മാരാണെന്ന് തോന്നിയതുകൊണ്ട് ആ വക്കാലത്ത് എല്ലാം അവിടെ കൊടുത്ത് എത്രയോ നല്ല ബന്ധത്തിൽ പോകുമ്പോൾ ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചു വിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദമില്ലാതാക്കി, മതസൗഹാർദ്ദമില്ലാതെ കലഹം ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. ആ ഉത്തരത്തിന് പറയാതെ മാറിപ്പോണെന്താണ്? ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി ഈ സ്കൂള് മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെൻ്റെ സ്വന്തം സമുദായത്തിന് ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് പറഞ്ഞത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു. നാളെ തന്നെയാണെങ്കിൽ തന്നെ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ വീട്ടിലാണ് എനിക്ക് ഭക്ഷണം കാക്കാഴത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഞാനവിടെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പോകുന്നത്. അത്ര സൗഹാർദ്ദപരമായിട്ടാണ്. ആ കൊച്ചാണെന്നുണ്ടെങ്കിൽ ഒരു MBBS പഠിക്കുന്ന കുട്ടിയാണ്. നവോത്ഥാനം നടത്തുമ്പോൾ അത് കോഴിക്കോട് പഠിക്കുകയാണ്. അവിടെ കൊണ്ട് നിങ്ങൾക്ക് റീത്ത് തന്നതാണ് ആ കുട്ടി. ഇന്ന് ആ കുട്ടി മെഡിക്കൽ കോളേജിലെ അധ്യാപകരായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണ്. ഇന്നാലും അവർ ആ കുട്ടികളെല്ലാം ഞങ്ങളോട് വരാറുണ്ട്. എന്ന് എല്ലാ മാസവും ആണ്ട് പുറപ്പില്ലെന്ന് ആ മാന്യനാണ് ഇവിടെ വന്ന് ആദ്യത്തെ ദക്ഷിണ മേടിക്കുന്നവരെ അത്ര കൈനീട്ടം മേടിക്കുന്നത്. അത്ര സൗഹാർദ്ദപരമായി നിൽക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഒരു അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. അവർ സത്യം തുറന്നു പറയട്ടെ. ഇപ്പം പറയുന്നു ഞങ്ങളതിനെ അപേക്ഷിച്ചില്ല. നിങ്ങളൊരു മനസ്സിലാക്കണം, 25 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് പുൽപ്പള്ളിയിലുണ്ട്. ആ പുൽപ്പള്ളിയിൽ വയനാട് എല്ലാ കൊല്ലവും ഫീസ് അടച്ച് ഞങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിനും അപേക്ഷിക്കാറുണ്ട്. വന്ന് നോക്കിയിട്ട് പോകും, തരത്തില്ല. എന്നിട്ട് പച്ചക്കള്ളം പറയാൻ ഞങ്ങൾ അപേക്ഷിക്കാറില്ല. വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവർ ചെയ്ത ചതിവ്. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോൾ അവിടെ അല്ല ഈ നമ്മുടെ ഇടുക്കിയിലപ്പുറത്ത് അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് തന്നെ ഞങ്ങൾക്ക്. അദ്ദേഹത്തിന് പുറകെ കിടന്നപ്പോൾ അവിടുത്തെ MLA ഇരിക്കൂർ MLA KC ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. KC ജോസഫിന് ഞങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് എഴുതി.
ഉമ്മൻചാണ്ടി ഞാൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ അമേരിക്കയിൽ നിന്ന് കാല് ഇനി തകരാറ് പറ്റി വിട്ടിട്ടപ്പോൾ ഇരിക്കുക. ഞാൻ ഭാര്യയോട് ഈ വെള്ളാപ്പള്ളി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, നിങ്ങൾക്കത് അനുഭവിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ വന്നത് താങ്കളുടെ അസുഖം അറിഞ്ഞു വന്നതാണ്, ഇത് അനുഭവിച്ചു തന്നതിലുള്ള സന്തോഷം പറയാനില്ല, അതൊക്കെ അനുഭവിച്ചു തന്നു. ഈ അനുഭവിച്ചു തന്നത് വിട്രായി ഇത് കന്യൂസ്രായ അവിടെ ഒരുപാട് ഈ മലയാളികളായ ഇവിടുത്തുകാരായ സെറ്റിലേഴ്സ് ഞങ്ങളുടെ ഒരുപാടുള്ള ഇരിക്കൂർ, ആ ഇരിക്കൂർ ഞങ്ങൾക്ക് അനുഭവിച്ചെന്ന് സ്കൂളിൽ അപ്ഗ്രേഡ് ചെയ്ത സ്കൂൾ വരെ ഇവരടിച്ചു മാറ്റിക്കളഞ്ഞു ഇവരുടെ ഭരണകാലത്ത്. എന്ത് തന്നു? എന്നിട്ട് ഇവരൊക്കെ എന്തെല്ലാം എടുത്തു പറ. അവർക്ക് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, 48ഓളം സ്വാശ്രയ കോളേജ് ഒരു ജില്ലയിലാണ്. ഞങ്ങൾക്ക് 18 കോളേജുള്ളത് സ്റ്റേറ്റ് ഒട്ടുക്കാണ്. ശങ്കർ വിശേഷം ആരെന്ത് തന്നു? ഇവർക്ക് ആ ഒരൊറ്റ ജില്ലയിൽ മാത്രമുണ്ട് 18. 1400 സ്കൂളുകൾ. ഞങ്ങൾക്ക് എന്നായിരിക്കുന്ന സ്കൂള് 370. ഇത് എപ്പോൾ എവിടെ ഒപ്പിട്ടെടുത്ത്? അവർ അധികാരത്തിൽ ഇരുന്നപ്പോൾ എല്ലാം ഒപ്പിട്ടെടുത്തത്. ഇവർ സാമൂഹ്യ നീതി നടപ്പിലാക്കിയോ? ഇവിടെ ഭരണത്തിൽ കയറിയപ്പോൾ അവരുടെ വകുപ്പാക്കി മാറ്റില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വരെ എതിർത്തിട്ടില്ലേ? അവിടെ ഇരുന്ന് മന്ത്രി പ്രഖ്യാപിച്ചു, വകുപ്പ് പ്രഖ്യാപിച്ചു, ചെയ്തില്ലേ? അപ്പോൾ ഈ വകുപ്പും മന്ത്രിയൊക്കെ പ്രഖ്യാപിച്ച് എവിടെ മലപ്പുറത്ത് നിന്ന് പ്രഖ്യാപിച്ചില്ലേ? ഇവിടെ ജനാധിപത്യമാണ് മനസ്സിലിരിക്കുന്നത്. ഇതിൽപ്പെട്ട ചിലരെല്ലാം പ്രസംഗിച്ചല്ലോ. ദുബായിൽ പോയി 9.5 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിക്കും, 9.5 കൊല്ലം നഷ്ടപ്പെട്ടു, അതെല്ലാം കൂടെ കക്കാങ്ങി ഇനി ഞങ്ങൾ എടുത്തിരിക്കും എന്നൊക്കെ ഇത്തരം വർഗീയ വിദ്വേഷം ഭവിക്കുന്ന എന്തെല്ലാം പ്രസംഗം നടത്തി. എന്നിട്ട് ആ ഒരു ചാനലും ചർച്ചയിലില്ല. വെള്ളാപ്പള്ളി നടേശ അങ്ങനെയല്ല. ഞങ്ങൾ മതസൗഹാർദ്ദമാണ്. ഇവിടെ ശിവഗിരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം, അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ കുന്നക്കാരൻ്റെ ആഗ്രഹം. നിങ്ങളത് ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ, ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താൽ എൻ്റെ അന്ത്യം എന്തായിരിക്കും? വ്യാഖ്യാനിച്ച് ഞാൻ മതവാദിയാണ്, അല്ലെ തീവ്രവാദിയാണ്, അല്ലെ മുസ്ലിം വിരോധിയാണ്, അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്ന് നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത്. ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടായോണ്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള ഉണ്ട്? അല്ല, ഒരു മാധ്യമപ്രവർത്തകന് തീവ്രവാദി എനിക്ക് പറയാനുള്ള പറയാനാണ്. എന്ത് അടിസ്ഥാനത്തിലെ തീവ്രവാദി എന്ന് പറയുന്നത്? എന്റെ അനുഭവത്തിൽ താനാരാടോ? താനാരാ? അത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട. എനിക്ക് അയാൾ തീവ്രവാദിന്റെ തെളിവുണ്ട്. ഞാൻ വേണ്ട, പറച്ചിലുണ്ട്. അതെ, ഞാൻ എനിക്ക് പറയാനുള്ള പറയടൂ. താൻ വെറുതെ കളിക്കാതെ, വെറുതെ വിരട്ടാ തന്നെ. താൻ വിരട്ടൽ കാര്യം അയാളെ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു. അത് ആ അടിസ്ഥാനത്തിൽ അതെ, നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് താനെന്ന് എനിക്ക് മനസ്സിലായി. ഉണ്ടോ? ഉണ്ടെന്ന് ഇനി ഞാനിത് പരിശോധന അറിയണം. മര്യാദ ഇതെടുത്തോണ്ട് വയ്ക്കോളാം. കുറെ ആയത് താൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെ കസറ, ഇവിടെ വന്ന് തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട. പറയണ കേട്ടാ മതി. പറയാൻ വേറെ വല്ലതുകൊണ്ട് വേറെ വിളിച്ചു ചർച്ച. അത് ഞാനെ വിളിച്ചത് നീ താൻ പറഞ്ഞ. അതെ, നിങ്ങൾ വേറെ വല്ലയിടത്ത് പോയി ചർച്ച ചെയ്യണം. അതെ, നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാനല്ല, തന്റെ മുമ്പിൽ ചർച്ച. ഞാൻ പറഞ്ഞു ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. എവിടെ കുറേ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്ക് വിചാരിച്ചാൽ കഴിയാനില്ല. കുറേ നാളായി ഇവർ ഈ റിപ്പോർട്ടർകാർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിച്ച് അവർ വലിയ കേമന്മാരാകുക. നിങ്ങളൊന്ന് ആലോചിക്കണം, എഴുത്തച്ഛൻ്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തിരൂർ സ്ഥാപിക്കുന്നില്ല? എല്ലാം ന്യായവാദികളല്ലേ? ആര് തടസ്സകരമായി നിൽക്കുന്നു? ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും
മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നത്? നിങ്ങൾ നാലിക്കണം അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചാടിക്കയറി കൊത്താൻ വന്നത്? അതൊക്കെ വേറെ വല്ലയിടത്തും എടുത്താൽ മതി. ഞാൻ ഇവരുടെ ആരുടെയും ആനുകൂല്യത്തില്ല, ഇവരെത്ര തെറി പറഞ്ഞിട്ടും എനിക്കൊരു ചുക്കും സമ്പാദിക്കാൻ ഞാൻ ഇവരുടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കണത്. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, എനിക്ക് രാഷ്ട്രീയവും ഇല്ല, എനിക്കൊരു രാഷ്ട്രീയപ്പുറത്തെ വാലുമല്ല ചൂലുമല്ല. ഞാൻ ഓരോ രാഷ്ട്രീയാഭിപ്രായങ്ങൾ പറയുന്നു, പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയും. ആ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ചിലർക്ക് തോന്നും അത് ഇന്നവർക്ക് അനുകൂലമാണ്, മറ്റുള്ളവർക്ക് അനുകൂലമല്ല. അങ്ങനെയല്ല. എപ്പോഴും ഞാൻ എന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ പിണറായിയുടെ ജഹുവായിട്ട് പറയും. ഞാൻ പിണറായിയുടെ ജഹു എന്നല്ല. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലർക്കെല്ലാം ഗുണം വരും. ഇപ്പം തന്നെ CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനിതാ കയറുന്നത്. TV തോമസ്, MM ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ത് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കൈ ഞാൻ കൊടുക്കും ചിരിക്കുന്നത്. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറണമെന്ന് പറഞ്ഞോ? ഞാൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദ ഇല്ലായ്മ, അതായത് കൂട്ടായി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നിൽക്കുന്ന സന്ദർഭം വന്നപ്പോൾ അവിടെ വന്ന ആ വിദ്യാഭ്യാസ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന സർക്കാരിന് ചില നയങ്ങളുണ്ട്. അത് കയറി ഒപ്പിട്ടു എന്നുള്ളതിൻ്റെ പേര് എന്തെല്ലാം സംവാദങ്ങളുണ്ടായി. ഈ സംവാദങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ ഭരണത്തിൻ്റെ കൂട്ടായ്മയിൽ ഒരു കുറവ് ശക്തമായി വന്നു എന്നുള്ളൊരു ചിന്തയും ഭാവനയും ജനങ്ങളിലുണ്ടായില്ലേ? പ്രത്യേകിച്ച് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള സംവാദങ്ങൾ പരസ്യമായി കൊണ്ടുവരികയും അതിനെ CPMൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പോയി അവിടെ ഓഫീസിൽ പോയി ചേർത്തിടാൻ വരെ നിർബന്ധിക്കുകയും അതിലേക്ക് ക്യാബിനറ്റ് അവർ ചെല്ലാതിരിക്കുകയും ഇതെല്ലാം മാധ്യമങ്ങളിലെ പുറത്താക്കി മ്പോൾ അതിന് വരുന്നത് എന്താണ്? ഭരണത്തിനകത്ത് എന്തോ ഭയങ്കര അനൈക്യമുണ്ടെന്ന്. ആ അനൈക്യം എന്ന് പറയുന്നത് കാണിക്കാതെ അകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് പകരം പുറത്ത് ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ ആ ചർച്ചയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കാനാണ്, പലപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നയവും നയപരിപാടികളുമായിട്ട് പലപ്പോഴും ഈ കേരള ഗവൺമെൻറ് യോജിക്കാനൊക്കെ വരും. പല യോജിപ്പും വിയോജിപ്പും നിലനിൽക്കുമ്പോൾ പോലും പലതിനോടും യോജിച്ചും വിയോജിച്ചും മാത്രമേ ഇവർക്ക് ഒരു കേരള ഭരണം കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഈ കേരള ഭരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് കീഴിലാണ് ഓരോ പ്രദേശങ്ങളും. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോയി എങ്കിൽ അതുകൊണ്ട് രാജ്യത്ത് കുറേ അധികം സമ്പത്ത് കിട്ടുക എന്നുള്ള നല്ല ഉദ്ദേശത്തിൽ ഗവൺമെൻറ് ചെയ്തപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചു എങ്കിൽ അത് ശരിയായാലും തെറ്റായാലും അതിനകത്ത് ചർച്ച ചെയ്ത് തീരേണ്ടതിന് പകരം അത് വളരെ ഈ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നാമത് തന്നെയാണ്. അതിൻ്റെ കണക്കെടുത്താൽ മതി. CPI ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർക്ക് ഈ തവണ കിട്ടിയ സീറ്റുകൾ എത്ര എന്ന് അതൊന്ന് പരിശോധിക്കട്ടെ. ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അവരുടെ സീറ്റ് വളരെ കുറഞ്ഞു പോയി. അതിൻ്റെ കാരണം എന്ത്? അവർ സ്വയം പഠിക്കട്ടെ. അവരൊന്നും മനസ്സിലാക്കണ്ടേ? അവരുടെ പിൻബലം എന്നുള്ളത് ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇന്നുമാത്രം കാര്യം എന്താണ്? പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും, കൈ തരും. കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ മര്യാദ കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വലിയ പ്രശ്നമായിട്ട് ഇന്നിപ്പോൾ കൊണ്ടുനടക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. പലരും ചോദിച്ചു, അതാണ് എന്നോട് ചോദിച്ച വേറെ ചില എല്ലാ കാര്യങ്ങളും. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായും പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചപ്പോൾ NSS എടുത്ത നിലപാട് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കാരണം സർക്കാരും അതുപോലെ കോടതിയും വളരെ ആത്മാർത്ഥമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ കുറ്റക്കാരെ കണ്ട് ശിക്ഷ ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ആ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ആരെയും കുറ്റം പറയാൻ തയ്യാറില്ല.
കാരണം കോടതി അതിനകത്ത് ശക്തമായിട്ടുണ്ട്, അതുപോലെ ഗവൺമെൻറ് ശക്തമായിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് NSSൻ്റെ നിലപാട്, അത് തന്നെയാണ് SNDPയുടെ നിലപാട്. അതനുസരിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട് ഞങ്ങൾക്ക് പൂർണ്ണമായും യോജിപ്പാണ്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കട്ടെ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന്. ഇപ്പോഴല്ലേ, പണ്ടേ പറഞ്ഞില്ലേ, അത് ഏറ്റവും വലിയ കുഴപ്പക്കാരനെന്ന് കണ്ടുപിടിച്ചില്ലേ. ആ കണ്ടുപിടിച്ചവരെ ശിക്ഷിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും തൃപ്തനാണ്. കാരണം കോടതിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഗവൺമെൻറ് വളരെ ശക്തമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തിൽ പൂർണ്ണമായ തൃപ്തനാണ്. ഈ UDFന്റെ ഭരണകാലത്ത് സ്കൂളുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അനുമതി ലഭിച്ചില്ല എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്നു. ആ സമയത്ത് വീണ്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഗവൺമെൻറ് ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു നയമെന്ന നിലയിൽ അവരാർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ അപേക്ഷ LDFന്റെ കാലത്ത് ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. അതല്ല അല്ല അല്ല അതല്ല എടോ താനേ അത് വിട്ട് മൈൻഡ് നിങ്ങൾ ചോദിച്ചാൽ മതി. അത് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അറിയാവുന്നതുകൊണ്ട് അതിപ്പോ അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കൊള്ളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. അതെ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ മതതീവ്രവാദി എന്നുള്ളതല്ല. അയാൾ ആരായിരുന്നു എന്നും അയാൾ MSFന്റെ പ്രവർത്തനമായിരുന്നു. തന്നോട് ചോദിച്ചില്ലടോ, ഒരാൾ ചോദിച്ചാൽ മതി, അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്, അത്ര മാത്രമല്ല. ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കണ്ട. ഒന്നുമില്ല അന്നത്തെ വേറെ ഒന്നും വേണ്ട. അയാൾ വന്ന് ഈ സാധനം കൂടെ എന്തിനാ എന്റെ കുത്തിക്കുടി കടുത്ത വാക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഇത് ഉള്ളതുകൊണ്ട് അല്ല, ഞാൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ഒരാളെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വന്ന് ഇങ്ങനെയുള്ള അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. തന്റെ ചോദ്യം ഒരു മറുപടി തരാൻ ഞാൻ വേറൊരാൾ ഇങ്ങനെ ഇതുപോലെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ കയറി ഇങ്ങനെ വരികയാണ്. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അപേക്ഷ കൊടുത്താൽ കിട്ടി. ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതല്ലെന്ന് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ചുവീകരിയാണ്. എന്ത് ഞാൻ ചോദിച്ചാൽ ഞാൻ ചുവരി ചെയ്തിരുന്നു, മതവിദ്വേഷം പറഞ്ഞു എന്ന് വരുത്താനുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് തുടങ്ങി. മുസ്ലിം ലീഗിന് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്? തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവരെ മറ്റു മലപ്പുറത്തിന്റെ കണക്ക് മാത്രമാണല്ലോ പറയുന്നത്. മറ്റു ജില്ലകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ അയാളിൽ നിന്ന് ചോദ്യം നിൽക്കുന്ന ഒരു ഉത്തരം എന്നുള്ളത് ഞാനത് പറഞ്ഞില്ല. എയ്ഡഡ് അല്ല, അൺഎയ്ഡഡ് ആണ്. അത് പറഞ്ഞില്ല. അൺഎയ്ഡഡ് കോളേജ് ഒരെണ്ണം സ്വാശ്രയം നമ്മുടേതാണ്. അന്ന് കിട്ടിയ ഒന്നല്ലല്ല, ഒരുപാട്. ഉമ്മൻചാണ്ടി എന്ത് സ്വാശ്രയം കിട്ടി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 13 ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് 13 തന്നിട്ടുണ്ട്. ലീഗിനെ പറ്റി പറയുമ്പോൾ ചൊറിയണെന്താ? ലീഗിനെ പറ്റി പറയാൻ കാര്യമുണ്ട്. നിങ്ങൾ അതുകൂടെ കേൾക്ക്. എന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചു. ലീഗിനെ പറ്റി പറയാൻ കാരണം ഞങ്ങൾ അണ്ണനും തമ്പിയും കൂടെ ഒന്നിച്ച് നടക്കരുന്നേ. നടന്ന കാലത്ത് ഞങ്ങൾ എന്താ പറഞ്ഞത്? UDFന് ഇറങ്ങണം, നമുക്ക് LDFന് ഇറങ്ങണം, നമുക്ക് ഭരണത്തിൽ വരണം. അതുകൊണ്ട് പിന്നോക്ക സമുദായക്കാരെ നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി എന്നും സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം തന്നെ സൂപ്പിയും കീപ്പിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അന്നത്തെ UDF ഗവൺമെൻറ്റിനെ LDF ഗവൺമെൻറ്റിനെ ഇറക്കാനും ഈ UDF ഗവൺമെൻറ്റിനെ കയറാനും വേണ്ടി അവരോട് കൂടി കൂട്ടുനിന്ന് അന്ത്യം വരെ പ്രവർത്തിച്ച് അവർ പറഞ്ഞതനുസരിച്ച് എത്ര ജാഥാ പ്രകടനം എന്തിന് അന്ന് നടത്താനുള്ള ചിലവ് വരെ ഇതിനെ കൊണ്ട് ചെലവിപ്പാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയണ എൻ്റെ കൂടെ പറയണ കേൾക്കണം. ഇവർ തരാത്തതിൻ്റെ അല്ല. അപ്പോൾ മറ്റാരേക്കാളും ഞങ്ങൾക്ക് തരാമെന്ന് ഉറപ്പ് പറഞ്ഞത് ആരാണ്? ഇവരല്ലേ ഭരണത്തിൽ വന്നാൽ ഞങ്ങൾക്ക് എല്ലാം തരും.
കയറി കഴിഞ്ഞിട്ട് പുറകെ കിടന്നിട്ട് ഞങ്ങൾക്ക് എന്ത് തന്നു? അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾ അവരെ വിറക്കാൻ നടന്ന ടിവിയിൽ കയറിയിട്ട് തരാത്തതുകൊണ്ടാണ് പറയണത്. അല്ലാതെ ഞങ്ങൾ മറ്റവരോട് തരണമെന്നും പറഞ്ഞ് നടന്നില്ലല്ലോ. അത് തരാത്തപ്പോൾ അവർ കൊടുത്തോട്ടെ, ലീഗിന് കൊടുക്കുന്നത് ഞങ്ങളാരും പറഞ്ഞോ? നിങ്ങളുടെ ചോദ്യം മറുപടി പറയാനില്ല. അത് നിങ്ങൾ ചോദിക്കണം. അവർ ആർക്കും മുസ്ലിം എല്ലാവർക്കും കൊടുത്തോട്ടെ, സാമൂഹ്യ നീതി നടപ്പാക്കണ്ടേ? അവരെ കയറാമെന്ന് ഞങ്ങൾ നടന്നല്ലേ? അപ്പോഴല്ലേ പറഞ്ഞ് നരേന്ദ്രൻ കമ്മീഷൻ ഒപ്പിക്കാനും ഞങ്ങൾ കൂടുതൽ നിന്നല്ലേ? മുസ്ലിങ്ങൾക്ക് പോസ്റ്റിങ് കുറവുള്ള പാട്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ ഞങ്ങൾക്ക് എന്തിരിക്കാന്ന്? അല്ല, ഈഴവർക്ക് മുകളിലൊന്നുമില്ല, പ്യൂണേ ഉള്ളു. അതുകൊണ്ട് കാരണം ഇപ്പൊ ആളുകളെല്ലാം ഇപ്പോൾ ഓരോരോ സ്ഥാനാർത്ഥികളുടെ ഇതുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളുടെ ഇതെല്ലാം നടക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാവരും ചോദിക്കും 2 പ്രാവശ്യമായി പിണറായി, ഇത് 3-ാം പ്രാവശ്യം വരുവാണ്. ഇത് എപ്പോഴും എന്നൊരു ചോദ്യമാണ്. ഇനി ഒന്നേ എനിക്ക് പറയാനുള്ളത്, ഇനി 3-ാമത്തെ പ്രാവശ്യം പിണറായിക്ക് വോട്ട് കൂടുതൽ കിട്ടുമെങ്കിൽ അവർ ജയിക്കും എന്നേ ഇനി ഞാൻ പറയുന്നുള്ളൂ. കാരണം പറയാനുള്ളതെല്ലാം പല പ്രാവശ്യം പറഞ്ഞു. പിന്നെ എപ്പോഴും എന്നെ പറയിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഈ പിണറായിയുടെ ഭരണം 2 കൊല്ലം കഴിഞ്ഞ് ഒരു കാര്യമുണ്ട്. ഒരു അക്രമവും അതിക്ഷേപങ്ങളും ഒരു സമുദായ തുല്യത പാലിച്ചുകൊണ്ടും അദ്ദേഹം തന്നെ എത്രയോ മുസ്ലിം സമുദായങ്ങളെ സഹകരിച്ചും കാന്തപുരമായിട്ട് എല്ലാം തന്നെ നല്ല സൗഹാർദ്ദത്തിലല്ലേ പോയത്. ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മതസൗഹാർദ്ദമല്ലാതെ മതവിദ്വേഷമോ മതകലഹമോ ഒരു മാറാടോ ഇവിടെ നടന്നോ? ഒന്നും നടന്നില്ല. അപ്പം ഇനിയും അതുപോലെ സമാധാനവും ശാന്തതയും ഇവിടെ നിലനിൽക്കണം. നമുക്ക് ഓരോ മതത്തെയും പിടിച്ചുകൊണ്ടും മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ചാനലുകൾ പരസ്പരം മത്സരിക്കില്ല. നമുക്ക് മതസൗഹാർദ്ദം സ്ഥാപിക്കാനാണ്. ഞാൻ ചില സത്യങ്ങൾ പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ടും ഒരു സമുദായത്തിനെതിരായി ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ ഒന്ന് പരിശോധിക്കുകയും ആ സത്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറവുണ്ടെങ്കിൽ അതല്ലെങ്കിൽ സാമൂഹിക നടപ്പിലാക്കിയെങ്കിൽ അതുകൂടെ അവർക്ക് കൊടുത്ത് എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കണമെന്ന് പറയേണ്ടതിന് പകരം എന്നെ ക്രൂശിക്കാൻ നടക്കുന്നതല്ല ശരി. അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം കിട്ടുന്നതിന് ഇനിയും ജയിക്കും. പിണറായിക്ക് ഇനിയും ഭൂരിപക്ഷം ഉണ്ടായാൽ അദ്ദേഹം ഇനിയും 3-മതും വരും. അതുകൊണ്ട് എഴുതി തള്ളാവുന്ന നിലയിലൊന്നും അല്ല ഇന്ന് LDF. അപ്പോൾ UDF ആണോ LDF ആണോ UDF ആണോ ഈ SDP യോഗത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത്? ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ R. ശങ്കറാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആ മഹാനെ R. ശങ്കർ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്ത് പലർക്കും കൊടുത്ത കൂട്ടത്തിൽ പാമ്പനാർ ഒരു കോളേജ് തന്നിട്ടുണ്ട്. അത് മുഴുവൻ പൂർത്തീകരിച്ചൊപ്പിട്ട് തരുന്നതിന് മുമ്പ് അദ്ദേഹം ഭരണത്തിൽ നിന്ന് പോകേണ്ടി വന്നു. ഒന്ന് പറഞ്ഞത്. അതേസമയത്ത് അതിനുള്ളിൽ ശങ്കറിന് ശേഷം എത്രയോ സ്ഥാപനം മറ്റുള്ളവർക്ക് എല്ലാം കൊണ്ടുപോയി. ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ആര് കേൾക്കാൻ ആര് പറയാനെന്ന്. കാരണം ഇത് ഈ വിവേചനമാണ് ഇപ്പോൾ ജാതി ചിന്ത ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ജാതിപരമായുള്ള വിവേചനം അനുഭവിക്കാൻ കൊണ്ട് ഒരുപാട് കൊല്ലമായി. വിദ്യാഭ്യാസ നീതി കിട്ടുന്നില്ല. ഇത് പറഞ്ഞു വന്ന് ബാക്കിയുള്ള കിട്ടിയവരെല്ലാം എന്തിന് ഞങ്ങളെ കിട്ടിയ വായിട്ട് കുത്തുന്നത്? ഉണ്ടോ ഇല്ലേ നിങ്ങൾ വേണ്ട, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക. നിങ്ങൾ പഠനം നടത്തുക. ജനസംഖ്യ ആനുപാതികമായി വിദ്യാഭ്യാസ നീതി ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് ഒരു കമ്മീഷൻ വെച്ച് പഠനം നടത്തുന്നു. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ആ കുറവ് ഏതെല്ലാം സമുദായത്തിലുണ്ടോ അത് കൊടുക്കുക. ഇത് പറയാതെ ഞാൻ മതവിദ്വേഷം പരത്തുന്നു ഡെയിലി ചാനൽ ചർച്ച നടത്തിക്കൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. ആ പറഞ്ഞതിലൊന്നും മാറാനും തയ്യാറല്ല. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. പറഞ്ഞതിൽ നിന്നും മാറുന്നില്ല. നന്ദി, നമസ്കാരം. MSF ആരെല്ലാവരും തീവ്രവാദികളാണ്.